കൂടുതൽ അടുക്കാൻ ഇസബെല്ലയ്ക്ക് ഒരു അവസരം വന്നിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ബെല്ലയെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ബെല്ലയ്ക്ക് സാധിക്കാത്തത് നന്ദന്റെ ഫ്രണ്ടിന് സാധിച്ചു. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഇസബെല്ല വീണ്ടും കത്തിക്കയറുന്നു. അതേ കൂട്ടുകാരൻ നമ്മുടെ ഋഷി ഇസബെല്ലയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇസബെല്ല നിനക്ക് ചന്ദ്രോത്ത് വീടുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്ന് പറയുകയാണ്. എന്താണത്? നമ്മുടെ ഗിരീഷേട്ടൻ ഇറക്കാൻ ഇസബെല്ല നിന്നാൽ പിന്നെ എല്ലാവരും ഇസബെല്ലയ്ക്കൊപ്പം നിൽക്കുന്ന ദേവികനെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ഓർക്കും അല്ലെ. അങ്ങനെ ഇസബെല്ല ഇടപെട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് നമ്മുടെ ഗിരീഷ് മാഷിനെ പുറത്തിറങ്ങുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ കള്ള പോലീസുകാരനാണെങ്കിലും നമ്മുടെ നന്ദനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇസബെല്ലയെ നിങ്ങൾ വെറുപ്പിക്കരുത്, അവൾ എന്താ പറയുക സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ നമ്മുടെ പോലീസുകാരൻ നന്ദനോടൊക്കെ പറയുന്നുണ്ട്. ശേഷം ഗിരീഷ് മാഷൊക്കെ പുറത്തിറങ്ങുകയാണ്. പിന്നീട് ഗിരീഷ് മാഷ് നമ്മുടെ ദേവികനെ കണ്ടിട്ട് പറയുന്നുണ്ട്, MLAക്ക് സാധിക്കാത്തത് നന്ദന്റെ ഫ്രണ്ടിന് സാധിച്ചു, കഷ്ടം തന്നെ എന്നും പറഞ്ഞ് നമ്മുടെ ദേവികയ്ക്ക് നേരെ ഭയങ്കര ദേഷ്യം കയറിയാട്ടോ നമ്മുടെ ഗിരീഷ് മാഷ് പറയുന്നേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.